അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് റോസ് സ്പാൻ എന്താണ്, കോൾ സ്പാൻ എന്താണെന്ന് പഠിക്കാം. റോസ് സ്പാനും കോൾ സ്പാനും മസ്റ്റായിട്ട് പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് ബില്ല് ഇൻവോയ്സ് ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റോസ് സ്പാനും കോൾ സ്പാനും മനസ്സിലായാലും നിങ്ങൾക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് റോസ് സ്പാൻ എന്ന് പറഞ്ഞാൽ 2 റോകൾ തമ്മിൽ മെർജ് ചെയ്യാം, അല്ലെങ്കിൽ 2-3 റോകൾ മെർജ് ചെയ്യുക. കോൾ സ്പാൻ എന്ന് പറഞ്ഞാൽ കോളംസ് തമ്മിൽ മെർജ് ചെയ്ത് ഒരൊറ്റ കോളായി മാറാം. നമുക്കൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു മോഡൽ കണ്ടല്ലോ, ഇതാണ്. ഇതിൽ കണ്ട ആദ്യത്തെ കോളത്തിൽ 2 റോകൾ തമ്മിൽ മെർജ് ചെയ്തിട്ട് ടോട്ടൽ ഇതിൽ എത്ര റോ ഉണ്ട്? 1 2 3 4 റോസും ഉണ്ട്, 1 2 3 4 കോളും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 റോകൾ തമ്മിൽ മെർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ആവറേജ് എന്നുള്ളത് 2 കോളം തമ്മിൽ മെർജ് ചെയ്തിട്ടുണ്ട്. റെഡ് ഐസിൽ 2 റോകൾ തമ്മിൽ മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു പുതിയ ഒരു തന്നെ ക്രിയേറ്റ് ചെയ്യാം. റോസ് സ്പാൻ 1.html എന്നുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഫസ്റ്റ് HTML സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഹെഡിങ്, ടൈറ്റിൽ, ദെൻ ബോഡി ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് അതൊന്നും കൊടുക്കുന്നില്ല. ബോഡിയുടെ ഉള്ളിൽ ടാബിൾ ക്രിയേറ്റ് ചെയ്തു. ടി ഹെഡ്, ടി ബോഡി. ഓക്കെ, ടി ബോഡിയുടെ ഉള്ളിലാണ് ഈ കൊടുക്കുന്നത്. ടാബിൾ ജസ്റ്റ് നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. ഇവിടുത്തെ ഒരു 50%. അതുപോലെ തന്നെ മുന്നേ കൊടുത്ത അതേപോലെ സ്റ്റൈല് കൊടുക്കാം. എന്താണ് സ്റ്റൈല്? ടാബിൾ കോമ TH കോമ TD, ബോർഡർ 2px സോളിഡ് ബ്ലാക്ക്, അതുപോലെ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇനി TD ബോഡിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് എത്ര റോ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇതിൽ നമുക്ക് 4 റോ ഉണ്ട്. ആ 4 റോ ആദ്യമാണ് എന്ത് ചെയ്യുക? ഓപ്പൺ ആക്കിയിടാം. 4 റോ ഓപ്പൺ ആക്കിയിടാം. TR ഒരു റോ, നമുക്ക് തെറ്റൂല. ആദ്യം 4 റോ ഓപ്പൺ ആക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് കൊടുത്താൽ തെറ്റില്ല. TR ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ റോ ക്ലോസ് ചെയ്തു, ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്തു, അങ്ങനെ 4 റോ ഓപ്പൺ ചെയ്തു. ദെൻ ഇതിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഫസ്റ്റ് ആദ്യത്തെ ഇതിൽ കണ്ടന്റ് കൊടുക്കുന്നത് ഒന്നുമില്ല. പിന്നെ ആവറേജ് റെഡ് ഐസ് ഇതാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് TD എന്നുള്ള TH ആയിരിക്കും. ഹെഡിങ് നമ്മൾ THലാണ് കൊടുക്കുന്നത്. THൽ ഒന്നുമില്ല, ഫസ്റ്റത്തെ ബ്ലാങ്ക് ആണ്. അടുത്ത THൽ എന്താണ്? ആവറേജ് എന്നാണ്, ആവറേജ്. അടുത്തത് റെഡ് ഐസ്, റെഡ് ഐസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എത്ര 2 റോകൾ തമ്മിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോസ് സ്പാൻ 2, ഓക്കെ അല്ലേ? ആണ് 2. രണ്ടാമത്തേത് 2 കോളം, ആവറേജ് 2 കോളാണ്. അപ്പോൾ അവിടെ എത്ര കൊടുക്കേണ്ടത്? കോൾ സ്പാൻ 2. അതുപോലെ റെഡ് ഐക്ക് ഉള്ളത് 2 റോ ആണ്. അപ്പോൾ റോ ഇവിടെ റെഡ് ഐസിന് റോ സ്പാന് 2. ഇത്രയും കൊടുത്തിട്ട് ഒന്ന് സേവ് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ലോക്കൽ ഹോസ്റ്റ് HTML പ്രൊജക്റ്റിൽ റോസ് സ്പാൻ 1.html കറക്റ്റ് തന്നെ കൊടുക്കണം. അപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ബോർഡർ കൊളാപ്സ് നമ്മൾ കൊടുത്തിട്ടില്ല. ബോർഡർ കൊളാപ്സ് കൊടുത്താലാണ് അതെന്ത് ചെയ്യുള്ളൂ? കൊളാപ്സ് ആയിട്ട് വരുള്ളൂ കേട്ടോ. കണ്ടോ? ബോർഡർ കൊളാപ്സ് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വന്ന് നിൽക്കും. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി അടുത്തത് എന്താണ്? നമുക്ക് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത റോൻ്റെ ഉള്ളിൽ ഹൈറ്റും വെയിറ്റും മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ.
ബാക്കിയുള്ളതൊക്കെ നമ്മൾ റോസ് പാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത റോ ഇതാണ്, ഹൈറ്റ് വെയിറ്റ് എന്നുള്ള ഈ 2 റോ ആണ് അടുത്ത റോയിൽ വരുന്നത്. ബാക്കി രണ്ടും മെർജ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കണ്ട. അപ്പോൾ ആ ഡാറ്റ അവിടെ കൊടുക്കുക. TD ഹൈറ്റ്, TD വെയിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതൊന്ന് ചെയ്താൽ ഇതങ്ങനെ വന്നു. കണ്ടോ, ഇത് ഈ റോയിൽ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ചെറുതായിട്ട് വന്നെടുക്കുന്നത്. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത റോയിൽ എന്താണ് കൊടുക്കുന്നത്, മൂന്നാമത്തെ റോയിൽ എത്ര ഡാറ്റ ഉണ്ട്, മൂന്നാമത്തെ 1 2 3, മൂന്നാമത്തിൽ 4 ഡാറ്റ കൊടുക്കാണ്ട്. മെയിൽ 1.9003 40%, 4 ഡാറ്റ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 4 TD ഓപ്പൺ ചെയ്തിടണം. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാൽ എന്താ പറയുക, നമുക്ക് തെറ്റൂല. 4 എണ്ണം ഓപ്പൺ ചെയ്തിട്ടിട്ട് എന്നിട്ട് നമുക്ക് കണ്ടൻറ്റ് കൊടുത്താൽ മതി. നമുക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും. ആ ലോജിക്കും പെട്ടെന്ന് മനസ്സിലാകും. എന്നിട്ട് നമുക്ക് 1 by 1 ആയിട്ട് ഡാറ്റ കൊടുക്കാം. ആദ്യത്തിൽ മെയിൽ, ദെൻ 1.9, ദെൻ 00, ആദ്യത്തിൽ മെയിൽ, രണ്ടാമത്തിൽ 1.9, മൂന്നാമത്തിൽ 0.3, നാലാമത്തിൽ എന്താണ് 40%. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, കറക്റ്റ് വന്നു. അതേപോലെ തന്നെ ഇനി എന്താണ്, ഫീമെയിലും ഇതേപോലെ 4 ഡാറ്റ ആഡ് ചെയ്യുക. എത്ര ഡാറ്റ ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കണേ. നാലാമത്തെ റോയിൽ 4 ഡാറ്റ കൊടുക്കാണ്ട്. ഇവിടെ നമ്മൾ 2 ഡാറ്റ കൊടുത്തിട്ടുള്ളൂ. കണ്ടോ, TD 2 ഡാറ്റ കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്, ഇവിടെ 2 ഡാറ്റ ഉള്ളൂ, ഇത് രണ്ടും മെർജ് ചെയ്ത് പോയി. അതുകൊണ്ട് അവിടെ കൊടുത്താൽ അലൈൻമെൻറ്റ് മൊത്തത്തിൽ തെറ്റും. അപ്പോൾ നാലാമത്തിലും ഇതേമാതിരി 4 TD ഓപ്പൺ ചെയ്തിടാം. 4 TD ഓപ്പൺ ചെയ്തിടാം. TD ഓക്കെ, ആദ്യത്തിൽ ഫീമെയിൽ ഡാറ്റ എന്താണ് കൊടുത്തിരിക്കുന്നത്, 1.7, 002, 43%. കൺട്രോളസ് അടിക്കാം. കണ്ടോ, കറക്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്തു, ടേബിൾ വന്നു. നമ്മളിവിടെ 2px കൊടുത്തോണ്ടാണ് കേട്ടോ. പക്ഷെ കട്ടിയിൽ കൊടുത്താൽ 5ps കൊടുത്താൽ എന്തായിരിക്കും, നമുക്ക് നല്ല ബോൾഡായിട്ട് കിട്ടും. കണ്ടോ, ആ കറക്റ്റ് ടേബിളിനെ നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്തു. അത് സിമ്പിളാണ്. ആ ലോജിക്ക് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. കണ്ടോ, റെഡായി. ഇതാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, ഈ മോഡൽ. ഇതിലാണ് റോസ് പാൻ കോൾ സ്പാൻ കറക്റ്റായിട്ട് മനസ്സിലായി വിചാരിക്കണു. കോൾ സ്പാൻ 2 ഇവിടെ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. 2 റോകൾ തമ്മിൽ, അല്ല 2 കോളംസ് തമ്മിൽ ഇവിടെ മെർജ് ചെയ്തു, ആവറേജ് എന്നുള്ളത്. അവിടെയാണ് റോസ് പാൻ കൊടുത്തത്. ഓക്കെ, ഇപ്പോൾ റോസ് പാനും കോൾ സ്പാനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലൊരു ജസ്റ്റ് ഒരു ടേബിൾ കാണിച്ചിടാം. ഈ ടേബിൾ കണ്ടോ, ഇതിൽ 2 റോകൾ തമ്മിൽ ഈ ശിവ എന്നുള്ളൊരു കംപ്ലീറ്റ് മെർജ് ചെയ്തിരിക്കുക, റാം എന്നുള്ളത്. അങ്ങനെ ഈ സെപ്പറേറ്റ് ഈ ഒരു മോഡലിൽ എങ്ങനെ നമ്മളിത് ക്രിയേറ്റ് ചെയ്യുക ടേബിൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത ടേബിൾ സാധാ ഒരു ടേബിളായിരുന്നു. ഒന്ന് നോക്കാം. ഞാനിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കൺട്രോൾ സെറ്റ് അടിക്കാം. PR ഇട്ട് അടുത്തൊരു ടേബിൾ T ഹെഡ് ഓപ്പൺ ചെയ്തു. T ബോഡി, ഇതിനുള്ളിൽ നിന്ന് ഫസ്റ്റ് TR ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് TRൽ നമ്മൾ എന്താണ് ഇതിൽ വരുന്നത്, നെയിം, സബ്ജക്റ്റ്, പാട്ട്, 3 TH ഇവിടെ കൊടുക്കണം അല്ലേ. 3 കോളാണ്. TH എന്ന് പറഞ്ഞാൽ കോളം. 3 കോളം ഇവിടെ ആദ്യം നമ്മൾ എഴുതി തുടങ്ങും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ കോളം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കണ്ടൻറ്റ് കൊടുത്താൽ മതി. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ THൽ ആദ്യം നമ്മൾ എന്താണ് നെയിം കൊടുത്തു. രണ്ടാമത്തത് ഏതാണ് സബ്ജക്റ്റ്. മൂന്നാമത്തത് ഏതൊക്കെയാണ് പാർട്സ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ
ഇങ്ങനെ വന്നിരിക്കുന്നത് നോക്കാം. അതാ നെയിം സബ്ജക്റ്റ് പാർട്ട് ഇങ്ങനെ 3 ഇത് വന്നു. അപ്പോൾ നമുക്കിത് ഈ ഒരു മോഡലിൽ റോസ് പാൻ വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, എത്ര റോ ഉണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് പിക്ചറിൽ നോക്കുക. എത്ര റോ ഉണ്ട് ഇത് ടോട്ടൽ റോ ആണ് ഞാൻ നോക്കുന്നത്, കോളല്ല. കോൾ അതിൽ 1 2 3 കോളാണുള്ളത്. റോ എത്ര ഉണ്ട്, പാർട്സ് എ ബി സി ടി ഇ എഫ് ജി എച്ച് ഐ 10 റോ ഉണ്ടല്ലേ. 1 2 3 4 5 10 റോ ഉണ്ട് ഇതിൽ. അപ്പോൾ ആദ്യം നമ്മൾ 10 റോ എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കിയിടാം. അപ്പോൾ നമുക്ക് തെറ്റൂല. അല്ലെ അപ്പോൾ ഓരോന്നിലും അലൈൻമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ആദ്യം തന്നെ ടി ആർ ഓപ്പൺ ആക്കിയിട്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടി ആർ ഇവിടെ ഓപ്പൺ നമ്മൾ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനി 9 എണ്ണം നമ്മൾക്ക് ഓപ്പൺ ചെയ്തിടാം. ഇതിൽ കണ്ടന്റ് കൊടുക്കരുതേ. ക്ലോസിങ് കഴിഞ്ഞിട്ട് അടുത്ത ടി ആർ കണ്ടന്റ് നമുക്ക് പിന്നെ കൊടുക്കാം. 3 എണ്ണമായി, 4 5 6 7 8 9 10 ടി ആർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടു. ജസ്റ്റ് ഒന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 കറക്റ്റ്. ഇവിടെ നോക്കിയാൽ എത്ര ഉണ്ട്, 10 ഉണ്ടല്ലേ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ടി എച്ച് കഴിഞ്ഞ രണ്ടാമത്തേതിൽ നമ്മൾ എന്താണ് ഡാറ്റ കൊടുക്കുന്നത്, ജസ്റ്റ് ഇവിടെ നോക്കുക. ശിവ എന്നുള്ളൊരിതും മാത്സും ആണ് ഫസ്റ്റത്തെ വരുന്നത്. ശിവ പിന്നെ മാത്സ്, ദെൻ അതിൽ വരുന്ന കണ്ടന്റ് എ, അതാണ് ഫസ്റ്റ് നമ്മൾ ഡാറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഈ ശിവ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇതിൽ കൊടുത്തിട്ട് അവിടെ റോസ് പാൻ റോകൾ തമ്മിൽ മെർജ് ചെയ്തിട്ടുണ്ട്. എത്ര റോ അത് മെർജ് ചെയ്തിട്ടുണ്ട്, 1 ഇവിടുത്തെ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. 1 2 3 4 5 റോകൾ തമ്മിൽ ഈ ശിവ എന്ത് ചെയ്തിട്ടുണ്ട്, മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ് കൊടുക്കേണ്ടത്, 5 എന്ന് കൊടുക്കുക. 5 ദെൻ ശിവ. അടുത്തത് എന്താണ്, അടുത്ത ഡാറ്റ എന്ന് പറയുന്നത് എന്താ കൊടുത്തിരിക്കുന്നത്, മാത്സ് ആണ്. മാത്സ് ഇവിടെ എയും ബിയും 2 കോളായിട്ടാണ്, എ ബി 2 കോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാത്സിൻ്റെ ഉള്ളിൽ എത്രയാണ് റോസ് പാൻ കൊടുക്കുന്നത്, 2 ആണ്. ഓക്കെ, അടുത്ത ഡാറ്റ എന്ന് പറയുന്നത് എ എന്നുള്ള ഡാറ്റയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ സബ്ജക്റ്റ്, സോറി ഞാൻ അവിടെ മാത്സ് ഒന്നും കൊടുത്തിട്ടില്ല, അതാണ് അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ സ്റ്റൈൽ കൊടുത്തിട്ട് ഒന്ന് എന്ത് ചെയ്യാം, സ്റ്റൈല് ഇവിടുത്തെ 50% ബോർഡർ പെട്ടെന്ന് കൊടുക്കാം. ഇത് ഓൾറെഡി നമ്മൾ ബോർഡർ മേലെ സ്റ്റൈൽ കൊടുത്തുകണം, ഇതിനും കൂടി എഫക്റ്റ് ആവും കേട്ടോ. നമ്മൾ ഒരു വട്ടം ഇവിടെ കൊടുത്തത് കൊണ്ടാണ് അത് അടിയിൽ മാത്രം വന്നിരിക്കുന്നത്. തൽക്കാലം നമുക്കിവിടെ ബോർഡർ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ കൊടുത്താണ്, എടുത്ത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രേ വന്നു. ഇനി അടുത്ത ഡാറ്റയിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഡാറ്റയിൽ ഇവിടെ ശിവ അടുത്തത് എന്താണ്, ബി ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊക്കെ മെർജ് ചെയ്തതുകൊണ്ട് അവിടെ ഡാറ്റ ഒന്നും വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. വേറെ ആഡ് ചെയ്താൽ അലൈൻമെൻറ്റ് മൊത്തത്തിൽ എന്ത് ചെയ്യും, തെറ്റും. ബി എന്ന് മാത്രം മതി. സി കണ്ടാൽ മനസ്സിലാവും. കണ്ട ശിവ മാത്സ് എ ബി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വന്നു എ ബി. നമുക്ക് ഈ ഒരു കണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വരാം, നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ കൺട്രോൾ അടിച്ച് കോപ്പി അടിച്ചിട്ട്
PR കൊടുക്കുന്നത് ജസ്റ്റ് സ്പേസ് ഇട്ടാണ് കേട്ടോ. അത് മേലൊക്കെ ഓടുന്നതാണ്, നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് സ്ക്രോൾ ചെയ്യണമല്ലേ. ഇവിടെ കണ്ടപ്പോൾ ശിവ എന്നുള്ളത് കണ്ടു. നെക്സ്റ്റ് നമ്മൾക്ക് എന്താ കൊടുക്കേണ്ടത്? ടേബിളിൽ സി എന്നുള്ള സയൻസ് കൊടുക്കാനുണ്ട്, CU ആണ് കൊടുത്ത് അടുത്ത ഡ്രോയിൽ കൊടുക്കാനുള്ളത്. ഓക്കെ, അവിടെ നമുക്ക് എന്ത് കൊടുക്കണ്ട? ആദ്യത്തെ TDയിൽ ഒന്നും കൊടുക്കണ്ട. രണ്ടാമത്തെ TDയിൽ എത്ര 2 റോ സ്പാൻ 2 റോകൾ തമ്മിൽ കൊളാപ്സ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? സയൻസിൽ 1 2 3 റോകളാട്ടോ. സയൻസ് സിയും ഡിയും ഇയും സയൻസായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മെർജ് ചെയ്തിട്ടുണ്ട്. റോ സ്പാന് 3 കൊടുത്തു. ഇവിടെ എന്താണ്? സയൻസ്. അടുത്ത ഡാറ്റ വരുന്നത് സി. വീണ്ടും നമുക്ക് അടുത്ത റോയിൽ വരുന്നത് TD. അടുത്ത റോ ആണ്, മാറിപ്പോവരുത്. അടുത്ത റോ ഇതിൽ വരുന്നത് C കഴിഞ്ഞിട്ട് D. വേറെ കണ്ടന്റ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി 3 റോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മെർജ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? സയൻസ് സിയും ഡിയും. ഇവിടെ ഇനി കണ്ടന്റ് ഇനി അടുത്ത റോയിലാണ് വീണ്ടും കൊടുക്കുന്നത്. D കഴിഞ്ഞിട്ട് E എന്നുള്ള റോ കൂടി ഈ സയൻസിൻ്റെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത റോയിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട? TD എന്നുള്ള ഒറ്റ ഡാറ്റ മാത്രമേ കൊടുക്കാനുള്ളൂ. TD ABCDE എന്നുള്ളത് മാത്രമേ കൊടുത്താൽ മതി. മനസ്സിലായോ? ഇങ്ങനെയൊന്നും ABCDE. നെക്സ്റ്റ് എന്താണ്? ഇതോടുകൂടി ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത റാമിൻ്റെ സെക്ഷനാണ്. റാമിൻ്റെ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത റോ എടുക്കുക. അടുത്ത റോയിൽ ഡാറ്റ കൊടുക്കുക. റാം എന്നുള്ള ഡാറ്റ കൊടുക്കണം അല്ലേ? അപ്പോൾ TD എത്ര ഇതായിട്ടാണ് റാം കണക്ട് ചെയ്തിട്ട് ഇതാക്കിയിട്ടുള്ളത്? റോ 1 2 3 4 റോ ആയിട്ട് റാം മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ TD റോ സ്പാൻ 4 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ റാം ഇനി അടുത്തത് എന്താണ്? മാക്സിലും ഇതേമാതിരി 2 റോ ആയിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. TD മാക്സിന് റോ സ്പാന് 2. അടുത്തത് ഡാറ്റ എന്താണ് കൊടുത്തിട്ടുള്ളത്? ABCDEF ആയിരിക്കും. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത്ര വന്നിട്ടുണ്ട്. ഇനി എന്താണ്? ഇനി അടുത്തത് ഇതേമാതിരി റോകളിലൊന്നും ജസ്റ്റ് ഡാറ്റ മാത്രം കൊടുത്താൽ മതി. റാമിൻ്റെ അവിടെ നേരെ ഡാറ്റ ഒന്നും കൊടുക്കണം, കാരണം ഓൾറെഡി മെർജ് ചെയ്തുകൊണ്ട് TD G എന്ന് മാത്രം കൊടുത്താൽ മതിയാവും അല്ലേ? ഓക്കെ, ഇനി ഇതിൽ ഫുള്ള് G കഴിഞ്ഞിട്ട് സയൻസ് ഇനി എന്താണ്ട് അടുത്തതിൽ സയൻസുമായിട്ട് ആഡ് ചെയ്യാണ്ട്. അപ്പോൾ അടുത്ത റോയിൽ നമുക്ക് എന്ത് ചെയ്യണം? സയൻസ് ആഡ് ചെയ്യണം. അപ്പോൾ TD അടുത്ത ഡാറ്റ സയൻസിന് 2 കോളായിട്ടായിരിക്കും സയൻസ് മെർജ് ചെയ്തിരിക്കുക അല്ലേ? അതെ, Hഉം Iയും ആയിട്ടാണ് മെർജ് ചെയ്ത് 2 കോളായിട്ടാണ് സയൻസ്. അപ്പോൾ ഇവിടെ TD റോ സ്പാൻ 2 സയൻസ്, ദെൻ TD H കൊടുക്കാം. അടുത്ത ലാസ്റ്റത്തിലോ TD I കൊടുക്കാം, കാരണം അവിടെ മെർജ് ചെയ്തുകൊണ്ട് ഇനി ഡാറ്റ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഫൈനൽ റിസൾട്ട് വന്നിരിക്കുന്നത്? കറക്റ്റ് ആ റിസൾട്ട് വന്നത് കണ്ടോ? ABC
10 റോ ഉണ്ട് ഇതിൽ. പക്ഷേ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ 10 കാണിക്കുന്നത്, ബാക്കിയൊക്കെ മെർജ് ചെയ്തിട്ട് റോസ് പാൻ മെർജ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഈ ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയത്, റീക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്ത ശേഷം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലാവില്ല പെട്ടെന്ന് എങ്ങനെയാണ് ഇതിന് കൊടുക്കുക എന്നുള്ളത്. ഇത് കണ്ട് നമ്മൾ ആദ്യം എത്ര റോ ആണ് ഓപ്പൺ ചെയ്തിട്ട് റോസ് പാൻ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ കറക്റ്റ് അത് ലോജിക്ക് മനസ്സിലാക്കിയാൽ തന്നെ റോസ് പാന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും റോസ് പാൻ മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം.